HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനന്യ സന്ദീപ്, നേഹ ഫാത്തിമ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. സെമിയിലും സഞ്ജു സ്റ്റാർ. ഹയർ സെക്കൻഡറി പരീക്ഷാ ഡ്യൂട്ടിക്കായി പ്രൈമറി വിഭാഗം അധ്യാപകരെ നിയമിച്ചതിൽ പ്രതിഷേധം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാൻ യുദ്ധക്കപ്പൽ അമേരിക്ക തകർത്ത സംഭവം. സ്ഥിതിഗതികൾ പരിശോധിച്ച വിദേശകാര്യ മന്ത്രാലയം. കപ്പലുകളെ ലക്ഷ്യമിട്ട് ഇറാൻ, ഇന്ത്യക്ക് ആശങ്ക. വ്യക്തിയല്ല പാർട്ടിയാണ് പ്രധാനം. PK ശശിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. LPG കിട്ടില്ലെന്ന് പ്രചാരണം, ആശങ്കയിൽ മലയാളികൾ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. സെമിയിലും സഞ്ജു സ്റ്റാർ. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടിയ സഞ്ജുവിന്റെ 89 മികവിൽ ഇന്ത്യ ലോകകപ്പ് ഫൈനലിൽ. സഞ്ജു പ്ലെയർ ഓഫ് ദി മാച്ച്. ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനൽ ഞായറാഴ്ച അഹമ്മദാബാദിൽ. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലെ ബാറ്റിംഗ് പിച്ച് 254 റൺസിന് ലക്ഷ്യം നൽകിയപ്പോൾ ഇരച്ചു കയറി തിരിച്ചടിക്കാൻ നിന്ന ഇംഗ്ലണ്ടിനെ 7 റൺസിൽ കീഴടക്കി ഇന്ത്യ തുടർച്ചയായ രണ്ടാം 20. ലോകകപ്പ് ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തു. ടോസ് നഷ്ടപ്പെട്ട ആദ്യ ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ ലോകകപ്പിൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടിയ മലയാളി താരം സഞ്ജു സാംസണിന്റെ മികവിലാണ്. ഹയർ സെക്കൻഡറി പരീക്ഷാ ഡ്യൂട്ടിക്കായി പ്രൈമറി വിഭാഗം അധ്യാപകരെ നിയമിച്ചതിൽ പ്രതിഷേധം. ഇന്നലെ ആരംഭിച്ച 1ാം വാർഷിക ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഡ്യൂട്ടിക്കായി പ്രൈമറി വിഭാഗം അധ്യാപകരെ നിയമിച്ചതിൽ പ്രധാന അധ്യാപകരുടെ പ്രതിഷേധം. ഹൈസ്കൂൾ അറ്റാച്ച്ഡ് പ്രൈമറി വിഭാഗത്തിന് ഇന്നും അല്ലാത്തവയ്ക്ക് 18-നും വാർഷിക പരീക്ഷ തുടങ്ങും. ഈ സമയത്ത് സ്കൂളിൽ അധ്യാപകരില്ലാതെ പരീക്ഷ നടത്തേണ്ടതും പരീക്ഷയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതും എങ്ങനെയാണ് എന്നാണ് പ്രധാന അധ്യാപകരുടെ ചോദ്യം. കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ അധ്യാപകരെ നിയമിച്ചപ്പോൾ കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ഇതിന്റെ അപ്രായോഗികത പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അന്ന് ക്രമീകരണത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാൻ യുദ്ധക്കപ്പൽ അമേരിക്ക തകർത്ത സംഭവം. സ്ഥിതിഗതികൾ പരിശോധിച്ച വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാൻ യുദ്ധക്കപ്പൽ അമേരിക്ക തകർത്തതിൽ സ്ഥിതിഗതികൾ പരിശോധിച്ചു വരുന്നതായി വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ. ഇറാൻ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകണമെന്ന് കോൺഗ്രസ്. ഇറാനെ ആക്രമിക്കാൻ ഇന്ത്യൻ തുറമുഖങ്ങൾ അമേരിക്ക ഉപയോഗിക്കുന്നുവെന്ന പ്രചാരണം തള്ളി കേന്ദ്ര സർക്കാർ. ശ്രീലങ്കയ്ക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാൻ യുദ്ധക്കപ്പലായ ഐറിസ് സേനയ്ക്ക് നേരെയാണ് അമേരിക്കൻ അന്തർവാഹിനി ആക്രമണം നടത്തിയത്. നാവിക അഭ്യാസത്തിനു ശേഷം വിശാഖപട്ടണത്തിൽ നിന്ന് മടങ്ങുകയായിരുന്ന ഇറാൻ കപ്പലിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ആദ്യമായാണ് US ടോർപീഡോ ആക്രമണത്തിലൂടെ ഒരു യുദ്ധക്കപ്പൽ തകർക്കുന്നത്. സംഭവത്തിൽ സ്ഥിതിഗതികൾ പരിശോധിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കപ്പലുകളെ ലക്ഷ്യമിട്ട് ഇറാൻ, ഇന്ത്യക്ക് ആശങ്ക. ഇറാൻ യുദ്ധവും ഹോർമൂസ് കടലിടുക്ക് അടച്ചതുമെല്ലാം ഉയർത്തുന്ന പ്രതിസന്ധിക്കൊപ്പം ഇന്ത്യക്ക് ആശങ്കയാകുകയാണ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾ. ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളിൽ 2000-ലേറെ ഇന്ത്യക്കാരാണ് ജോലിക്കാരായുള്ളത്. കപ്പലുകളെ ഇറാൻ ലക്ഷ്യമിടുന്ന സാഹചര്യത്തിൽ ഇവരുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കയുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് മരിച്ച ഇന്ത്യക്കാർ 3 പേരും ചരക്ക് കപ്പലിലെ ജീവനക്കാരാണ്. ഒമാൻ തീരത്തേക്ക് ഇറാൻ നടത്തിയ ആക്രമണങ്ങളിലാണ് ഇവർ കൊല്ലപ്പെട്ടത്. വ്യക്തിയല്ല പാർട്ടിയാണ് പ്രധാനം. PK ശശിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. EN സുരേഷ് ബാബു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ PK ശശിക്കെതിരെ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വ്യക്തിയല്ല പാർട്ടിയാണ് പ്രധാനമെന്നും PK ശശിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ നേതൃത്വത്തിൽ നിയമ നടപടി സ്വീകരിക്കുകയും CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷം തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോപണങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ, തെളിവുകൾ പുറത്തുവിട്ടേ അന്തസ്സുള്ള ആളുകൾ ആരോപണത്തിന്റെ വസ്തുക്കൾ പുറത്തുവിടണം. കോൺഫിഡൻഷ്യൽ ഫയൽ ഉണ്ടെന്ന് പറയുന്നു. അതും പുറത്തുവിട്ടേ എല്ലാം വിളിച്ചു പറയുന്ന രീതിയിൽ ഞങ്ങളുടേത്. ഞങ്ങൾ പാർട്ടി മര്യാദ കാണിക്കുന്നവരാണ്. എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ അതിനെല്ലാം മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ജില്ലാ സെക്രട്ടറിക്കല്ല. അതിനെല്ലാം ജനങ്ങൾ മറുപടി കൊടുക്കും.
LPG കിട്ടില്ലെന്ന് പ്രചാരണം, ആശങ്കയിൽ മലയാളികൾ. ഇറാനും US-ഇസ്രയേലി സഖ്യവും തമ്മിൽ സംഘർഷം മധ്യേഷ്യയൊക്കെ യുദ്ധക്കെടുതിയിലാക്കിയതിന്റെ ആഘാതം ഇന്ത്യയിലെ അടുക്കളയിലേക്ക്. സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടതോടെ ക്രൂഡ് ഓയിൽ LNG നീക്കം തടസ്സപ്പെട്ടു. ഖത്തർ LNG ഉൽപ്പാദനം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. ഹോർമുസ് പ്രതിസന്ധി മൂലം ഇന്ത്യയിൽ ഏറ്റവും ആദ്യം ക്ഷാമമുണ്ടാവുക LPGക്കായിരിക്കുമെന്ന് ആശങ്ക ശക്തിയായി. ലോകത്തെ ഏറ്റവും അധികം LPG ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. ഉപഭോഗത്തിനുള്ള മൊത്തം LPGയും 90% ഇന്ത്യ വാങ്ങുന്നതും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. പ്രതിവർഷം 21 മില്യൺ ടൺ ഗൾഫിൽ നിന്നും എത്തുമ്പോൾ US-ൽ നിന്നും എത്തുന്നത് 2 മില്യൺ മാത്രം. മറ്റ് രാജ്യങ്ങളിൽ നിന്നും വാങ്ങുന്നത് 1 മില്യണോളം മാത്രമാണ്. വെറും 30 ദിവസത്തേക്കുള്ള LPG മാത്രമേ ഇപ്പോൾ ഇന്ത്യയിൽ സ്റ്റോക്കുള്ളൂ. മന്ത്രി വീണ ജോർജിനെ വർദ്ധിക്കാൻ ശ്രമിച്ചെന്ന കേസ് പ്രതികളായ KSU നേതാക്കളെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. തിരുവനന്തപുരം ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വർദ്ധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ പ്രതികളായ KSU നേതാക്കളെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെ 5 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി KSU പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. കരിങ്കൊടി പ്രതിഷേധം മാത്രമെന്നും വധശ്രമം നിലനിൽക്കില്ലെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട പ്രോസിക്യൂഷൻ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടി വരുന്നുണ്ടെന്നും കൂടുതൽ പേർ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും കോടതിയിൽ വാദിക്കുകയായിരുന്നു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. സെമിയിലും സഞ്ജു സ്റ്റാർ. ഹയർ സെക്കൻഡറി പരീക്ഷാ ഡ്യൂട്ടിക്കായി പ്രൈമറി വിഭാഗം അധ്യാപകരെ നിയമിച്ചതിൽ പ്രതിഷേധം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാൻ യുദ്ധക്കപ്പൽ അമേരിക്ക തകർത്ത സംഭവം. സ്ഥിതിഗതികൾ പരിശോധിച്ച വിദേശകാര്യ മന്ത്രാലയം. കപ്പലുകളെ ലക്ഷ്യമിട്ട് ഇറാൻ, ഇന്ത്യക്ക് ആശങ്ക. വ്യക്തിയല്ല പാർട്ടിയാണ് പ്രധാനം. TK ശശിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. LPG കിട്ടില്ലെന്ന് പ്രചാരണം, ആശങ്കയിൽ മലയാളികൾ. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി. വിജയികളില്ല. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ സെന്റർ ഓഫ് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ സിസ്റ്റത്തിൽ ഈ മെരിറ്റ്സ് ആരായിരുന്നു? ഉത്തരം പ്രൊഫസർ DK ഉമ്മൻ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ഇറാനിലെ ഏത് യുദ്ധക്കപ്പലിന് നേരെയാണ് അമേരിക്കൻ അന്തർവാഹിനി ആക്രമണം നടത്തിയത്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.